ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ. സാധാരണ വീട്ടിൽ എന്താ പറയുക, ടേണിംഗ് ടേബിളോ അല്ലെങ്കിൽ കേക്കിന് വേണ്ട ബോർഡോ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂട്ടല്ല ഉണ്ടെങ്കിൽ, ന്യൂട്ടല്ല ഇല്ലാതെ ഇതുണ്ടാക്കാം. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഗണാശയൊന്നും തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ ന്യൂട്ടല്ല ഉണ്ടെങ്കിൽ ന്യൂട്ടല്ല വെച്ചിട്ടൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതാ കേക്കിന് ആവശ്യമുള്ള മൈദയും കൊക്കോ പൗഡറും ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈദ ഒരു 1/4 കപ്പും ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അരിപ്പ വെച്ചിട്ട് ഈ കൊക്കോ പൗഡറും അതുപോലെ തന്നെ നമ്മൾ എടുത്ത മൈദയൊക്കെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളൊക്കെ അത് ഒരുപാട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും എന്തിനാണ് സോഫ്റ്റായിട്ട് കിട്ടാനോ അതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതായത് നല്ലപോലെ അരിച്ചെടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ മൈദയും കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ 2-3 വട്ടം അരിച്ചെടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു 4 മുട്ടയുടെ മഞ്ഞയാണിത്. മഞ്ഞ മാത്രം എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 4 മുട്ടയുടെ മഞ്ഞയാണ്. അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അല്പം ഓയിലാണ്, ഒരു 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ നന്നായിട്ട് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണോളം പാലാണ്. ആ പാൽ കൂടെ ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഈ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ 1/4 കപ്പോളം പഞ്ചസാര ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് ആ പഞ്ചസാര ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ടൊരല്പം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക ഈ മഞ്ഞയിലേക്ക്. പിന്നെ വേണ്ടത് നമ്മുടെ വാനില എസൻസ് ആണ്. ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് കൂടെ ഈ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ തയ്യാറായ മഞ്ഞയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പൗഡർ എല്ലാം അത് ഇട്ട് കൊടുക്കുക. അതായത് മൈദയും കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തത് നമ്മൾക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഫാസ്റ്റായിട്ടാണ് കാണുന്നത്, പക്ഷേ നമ്മൾ കുറച്ചൊരു സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. വളരെ വൈഗ്രസ് ആയിട്ട് മിക്സ് ചെയ്യാതെ നല്ല സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് ആ 4 മുട്ടയുടെ വെള്ളയാണ്. ഇതൊന്ന് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വിസ്കോ ഫോർക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം നേരം ചെയ്യേണ്ട നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ബീറ്റർ ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് പതഞ്ഞ് വന്നാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം, നമ്മൾ നാരങ്ങ പിഴിഞ്ഞത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യണം. ഈ മുട്ട നന്നായിട്ടൊരു ഫ്ലഫി ആയി വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുട്ടയുടെ വെള്ള. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാവുമ്പോഴാണ് നമ്മളിത് ഓഫാക്കേണ്ടത്. ഇനിയാണ് നമ്മളിത് കേക്കിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ മുട്ട പതഞ്ഞ് കിട്ടേണ്ടത്, ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ രൂപത്തിൽ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ നമ്മൾ മുട്ടയുടെ മഞ്ഞ വെച്ച് മിക്സ് ചെയ്ത് വെച്ച ഇതാണിത്. ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മൾ പതിപ്പിച്ചെടുത്ത മുട്ടയുടെ വെള്ള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലോലി ആയിട്ട് നമ്മളിത് ചെയ്യണം, സ്പീഡായിട്ട് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ പതയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കുറേശ്ശെ ബാക്കിയുള്ള നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ മുട്ടയുടെ വെള്ളം കുറേശ്ശെ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്ലോലി ആയിട്ട് ഇതിൻ്റെ പതയൊന്നും പോവാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മുട്ടയുടെ ആ വെള്ളയൊക്കെ മിക്സ് ചെയ്തെടുത്ത ബാറ്ററാണിത്. ഇതാണ് ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ, അത് കണ്ടാൽ തന്നെ നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലൊരു പാന്
ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുക. ഇനി ഈ പാനിൽ വെച്ചിട്ടാണ് നമ്മളെ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പഴയതോ എന്തെങ്കിലും ഒരു പാനോ നമ്മുടെ എന്തെങ്കിലും ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാൻ ഞാൻ ഉപയോഗിക്കുന്ന പാനിന് ഹോളുണ്ട്. അപ്പോൾ അതൊരു കടലാസ് വെച്ചിട്ടോ തുണി വെച്ചിട്ടൊക്കെ അങ്ങനെ അടച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. പിന്നെ നമുക്ക് കേക്ക് മറിച്ചിടാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മറിച്ചിട്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമ്മൾ ആ മുട്ട ആ രൂപത്തിൽ ഫ്ലഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളെ കേക്കൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്, ഒരു 1/2 ലിറ്ററിൻ്റെ പാക്കാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാത്രമൊക്കെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞല്ലോ ന്യൂട്ടെല്ല വെച്ചിട്ടാണ് തന്നെ. അപ്പോൾ ന്യൂട്ടെല്ലൻ്റെ 2-3 ടേബിൾ സ്പൂണോളം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്താലും മതി, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ന്യൂട്ടെല്ലേൻ്റെ ആ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേണിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു വട്ടപ്പാത്രം എടുത്തിട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലുള്ള മറ്റൊരു പ്ലേറ്റ് കൂടെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട്, ഇതാണ് നമ്മുടെ ടേണിംഗ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു പരന്ന കത്തിയുണ്ട്, അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് സ്പാച്ചുലേൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് തടവി കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഓരോ ലെയറായിട്ട് വെക്കും. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് ടേൺ ചെയ്യാം. നമ്മൾ ഒരു കൈ കൊണ്ട് പിടിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ കേക്ക് നമുക്ക് സുഖമായിട്ട് ടേൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അറിയുണ്ടാവും, വെള്ളത്തിൽ പഞ്ചസാര കലക്കിയെടുത്തതാണ്, ഷുഗർ സിറപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ലെയറിലും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണത്, ഒരു പരന്ന കത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ആക്കാൻ കഴിയും. അങ്ങനെ ഓരോ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഓരോ ലെയറായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ന്യൂട്ടെല്ലയാണ്. ന്യൂട്ടെല്ല ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഈ നൈഫ് വെച്ചിട്ട് തന്നെ നമ്മളിത് എല്ലാ ഭാഗത്തേക്കൊന്ന് സെറ്റ് ചെയ്ത് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല ചോക്ലേറ്റി ആയിട്ടാണ് നമ്മുടെ കേക്ക് വരിക. ഈ ഒരു ന്യൂട്ടെല്ലിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഞാൻ വിപ്പിംഗ് ക്രീമും കൂടെ തേച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്ട്, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും എനിക്കറിയില്ല, വെറുതെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ അതിന് മുകളിലൊരു ഫ്ലവർ വേണമെന്നായിരുന്നു കരുതുന്നത്, പക്ഷെ അത് ഫ്ലോപ്പായി. പക്ഷേ എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ചോക്കോ ചിപ്സ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കേക്ക് അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഈ കേക്ക് എടുക്കുന്നത്. അപ്പോൾ കേക്ക് മുറിക്കണം, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ആരുമില്ലാതെ നമുക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും. അത് നല്ല മോസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.